വിഷ്ണു മഞ്ജു നായകനായെത്തിയ കണ്ണപ്പക്ക് അത്ര നല്ല തുടക്കമല്ല ബോക്സ് ഓഫീസിലുണ്ടായത്. എന്നാൽ പ്രഭാസ്, മോഹൻലാൽ, അക്ഷയ് കുമാർ എന്നിവരുടെ കാമിയോ റോളുകൾ സിനിമക്ക് ഗുണകരമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആദ്യ ദിനത്തിൽ കണ്ണപ്പ 9 കോടി നേടിയെന്നാണ് ബോക്സ് ഓഫീസിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ 16.45% സീറ്റുകളിലേക്കുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയത്. തെലുങ്ക് ഭാഷയിൽ പുറത്തിറങ്ങിയ സിനിമ കാണാൻ 55.89% സീറ്റുകളിലും ആളുകളെത്തി. 14.56% ഹിന്ദി പ്രേക്ഷകരാണ് സിനിമ കാണാനെത്തിയത്. കർണാടകയിലെ 13.81% തിയേറ്ററുകളും കേരളത്തിലെ 7.20% തിയേറ്ററുകളിലും നിറഞ്ഞു. കണ്ണപ്പയെക്കുറിച്ച് സമ്മിശ്ര പ്രതികരണമാണ് എക്സിൽ നിറയുന്നത്. സിനിമയുടെ ആദ്യ പകുതിയിലെ എക്സിന് വലിയ വിമർശനമാണ് ഉയർന്നത്. എന്നാൽ ചില പ്രേക്ഷകർക്ക് സിനിമയുടെ രണ്ടാം പകുതിയാണ് ഇഷ്ടമായത്. വിഷ്ണു മഞ്ജു നായകനാകുന്ന കണ്ണപ്പ കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തി. തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങി 6ഓളം ഭാഷകളിലായാണ് ചിത്രം വേൾഡ് വൈഡ് റിലീസ് ചെയ്തത്. എ എന്റർടൈൻമെന്റ്, 24 ഫ്രെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിൽ ഡോക്ടർ മോഹൻ ബാബു നിർമ്മിച്ച് മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രത്തിന് മുകേഷ് കുമാർ സിംഗ്, വിഷ്ണു മഞ്ജു, മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം ഒരുക്കിയിരിക്കുന്നത്. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്കിലെ അരങ്ങേറ്റ ചിത്രം കൂടിയാണ് കണ്ണപ്പ. ഹോളിവുഡ് ഛായാഗ്രാഹകൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പക്ക് കാമറ ചലിപ്പിച്ചിരിക്കുന്നത്. കച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ. സംഗീതം സ്റ്റീഫൻ ദേവസി, എഡിറ്റർ ആന്റണി ഗോൺസാൽവസ്. മുകേഷ് കുമാർ സിംഗ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്.